അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് സക്സസ് സ്റ്റോറീസ് ഷെയർഡ് എന്ന എപ്പിസോഡിൽ 2024 നമ്മൾ ട്രീറ്റ് ചെയ്ത കേസാണ് പൊസഷൻ സിൻഡ്രോം. ശരിക്കും ശൈത്താനിക ബാധ അല്ല, ജിന്നുബാധ അല്ലാത്തൊരു കേസ്. ഒരുപാട് ആളുകളെ റുഖ്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി, ഏകദേശം 9ഓളം ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി. അവരെല്ലാവരും ഇത് ജിന്നുബാധയാണെന്ന് പറയുകയും ആ കൺഫ്യൂഷനാക്കി മാസങ്ങളോളം വർഷങ്ങളോളം ബുദ്ധിമുട്ടിയ ഒരു കേസ്. ആ കുട്ടി മാരേജ് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ കുട്ടിയും ഹസ്ബൻഡും വീട്ടുകാരും കൂടെ കൊണ്ട് നടന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ ഇവിടെ സലഫി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന ആളുകൾ പോലും അടക്കം റുഖ്യ ചെയ്യുകയും 9ഓളം പേര് റുഖ്യ ചെയ്തു. എല്ലാവരും പറഞ്ഞു ഇവൾക്ക് പിശാച് ബാധയുണ്ട്, അങ്ങനത്തെ ഷെയ്ത്താനാണ്, ഇങ്ങനത്തെ ഷെയ്ത്താനാണ്, അതുകൊണ്ട് നാവ് ഇങ്ങനെ നീട്ടുന്നത്, അതാണ് ഇതാണ്, ഇളകുന്നു, കൂവുന്നു. റിയലി നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞു, സോറി, ദിസ് ഇസ് ഷെയ്ത്താനിക് ഷർറല്ല, ദിസ് ഇസ് കാൾഡ് പൊസഷൻ സിൻഡ്രോം. പിശാച് ബാധയാണെന്ന് ആ കുട്ടിയുടെ തലയിൽ കയറിയത് കൊണ്ട് ആ രീതിയിൽ അവളുടെ ആത്മാവ് തന്നെ പ്രവർത്തിക്കുന്ന പൊസഷൻ സിൻഡ്രോം എന്നതാണ്. ഈ കുട്ടി ഏകദേശം 27 വയസ്സുള്ളതാണ്. ഇങ്ങനെ ഹസ്ബൻഡ് കുറേ ആളുകളുമായിട്ട് ഇങ്ങനെ ഈ റുഖ്യ ചെയ്യാൻ വേണ്ടി നടന്ന് എത്ര ആളുകൾ ചികിത്സിച്ചാലും പോവാത്ത ഷെയ്ത്താനാണെങ്കിൽ എനിക്ക് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒഴിവാക്കി തൊലാക്ക് നടന്ന ഒരു പെൺകുട്ടിയാണ്. അവരെയാണ് പിന്നെ നമ്മളെ കയ്യിൽ കിട്ടിയത്. അൽഹംദുലില്ലാഹ്, നമ്മൾ അവളുടെ തെറാപ്യൂട്ടിക് സെഷൻസിലൂടെയും പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്ങിലൂടെയും അവളെ 100% അവളുടെ എല്ലാ ഇഷ്യൂസും സോൾവായി. 100% അവളുടെ കാര്യങ്ങൾ ശരിയായി എന്ന് മാത്രമല്ല, ഷീസ് ബാക്ക് ടു സ്റ്റഡീസ്, പഠനത്തിലേക്ക് വന്നു. അങ്ങനെ ഫർദർ പഠനവും വീണ്ടും അവരുടെ വിവാഹം കൂടി കഴിഞ്ഞു. ആ കുട്ടിയുടെ ആ വിവാഹത്തിന് പോലും അവർക്ക് നമുക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ കൊടുത്തിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ റുഖ്യ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പലരും ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിച്ച് വിടുന്നുണ്ട്. റിയലി അവർക്ക് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അത് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് വിടുകയും അത് സൈക്കോളജിക്കൽ കംപ്ലയിൻസുകളും സൈക്കാട്രിക് കംപ്ലയിൻസുകളും തിരിച്ചറിയാൻ കഴിയാത്ത കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. അൽഹംദുലില്ലാഹ്, ഈ കുട്ടിയെ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ് വഴി 100% തിരിച്ചു കിട്ടുകയും ഷീസ് പെർഫെക്റ്റ്ലി ഓക്കെ നൗ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്, ഇത് ഇഫ് യു ലൈക്ക് ഇറ്റ്, നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.